കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു, കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞ് നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഇന്ന് എന്ത് രൂപത്തിലാണ്, ആരായിട്ടാണ് ശ്രീലകത്ത് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയുമായി നമുക്ക് നേരെ ആ കിഴക്കേ നടയിലുള്ള ആ വിഘ്നേശ്വരനെ കണ്ട് അനുവാദമൊക്കെ വാങ്ങിയിട്ട് നേരെ ആ ഗോപുരവാതിൽ അതിലൂടെ അകത്തേക്ക് കിടക്കാം. അങ്ങനെ വരുമ്പോൾ നേരെ ആ വാതിൽപ്പാടത്തിൻ്റെ അവിടെ എത്തി അവിടുന്ന് നേരെ അകത്തേക്ക് നോക്കുക. അങ്ങനെ അകത്തേക്ക് നോക്കുമ്പോൾ ആ ശ്രീലകത്തെ ആ ദിവ്യപ്രകാശം ഇങ്ങനെ കാണാം. അപ്പം നമ്മൾ ഇടത്തെ സൈഡിലേക്കൊന്ന് നോക്കിയിട്ട് ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയം എഴുതിയ അവിടെ ഒന്ന് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. അതുപോലെ വലത്തേ വശത്ത് ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണൊന്ന് തൊട്ട് തലോടാം. അങ്ങനെ നമ്മൾ ആ സൈഡിലൂടെ ഇങ്ങനെ അകത്തേക്ക് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിറയെ ഇന്നത്തെ കളഭാലങ്കാരാണ്. പൂവും കളവും ഒക്കെ പാടങ്ങനെ നിറച്ചുണ്ട്. അപ്പോൾ എന്താ നോക്കുമ്പോൾ ഇന്ന് കാൽപാദങ്ങളിലെ കാൽത്തടകളൊക്കെ ഇട്ട് നമ്മുടെ സാധാരണ മുണ്ട് പോലത്തെ ആ പട്ട് എന്ന് പറഞ്ഞാൽ ഈ പുതിയ പട്ട് ഇങ്ങനെ എടുത്ത് അതുപോലെ ചുവന്ന പട്ട് ഇങ്ങനെ വേറെ ഇട്ട് അങ്ങനെ നോക്കി ഞൊറിഞ്ഞു കൊടുത്തിട്ടുള്ള ആ പൊന്നുണ്ണി ഇങ്ങനെ കാണുക. അങ്ങനെ നോക്കുമ്പോൾ ഇടത്തെ കയ്യിൽ വലിയൊരു വെണ്ണക്കുടം ആണ്, അതിൽ നിറയെ വെണ്ണ കേട്ടോ. അതുപോലെ വലത്തെ കയ്യിലോ ആ വാരി എടുത്ത വെണ്ണയുണ്ട്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ മാറിൽ ഇതിൻ്റെ പൊന്നിൻ്റെ ഗോപിയുണ്ട്, മുഖത്തുണ്ട്, തിരുനെറ്റിയിലും ഗോപി തിലകുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കളുണ്ട്, കൈവളകൾ ചാർത്തിയിട്ടുണ്ട്, പൊന്നരഞ്ഞാണം ചാർത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു അലങ്കാരത്തിലാണ് ഇന്നിരിക്കുന്നത്. ഭക്തർക്ക് ആ വെണ്ണ ആവശ്യത്തിന് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആ ശ്രീലകത്തുനിന്ന് വെണ്ണക്കണ്ണൻ നിൽക്കുന്നത്. ആരാണ് വിശന്ന് വലഞ്ഞ് വരുന്നത് അവർക്ക് അന്നമൂട്ടാം, വെണ്ണ കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഭക്തർ നിന്നെ ശ്രവിക്കുന്ന ഭക്തരൊക്കെ ചോദിച്ചോളൂ കേട്ടോ, ആർക്കൊക്കെ തരികയെന്നറിയില്ല, എല്ലാവരും ചോദിച്ചോളൂ. അപ്പോൾ ചോദിക്കുമ്പോൾ തരും. കാരണം എന്താ പറയുക, സ്ഥിതിയുടെ ആളാണല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്താനായിട്ടുള്ള ഇരിക്കുന്ന ആ പൊന്നുണ്ണി എന്ന വെണ്ണയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വാങ്ങിക്കോളുക. അതുപോലെ പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്, 3 മാല ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. വെളുപ്പും ചുവപ്പും തുളസിയും കൂടി ഉള്ളത്, അങ്ങനെ 3 തിരുമുടിമാല ഉണ്ട്. മാറിലാണെങ്കിലോ ആ വലിയ മാല ഉണ്ട്, ഉണ്ടമാലയും 2 ഉണ്ട്. തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിപ്പൂവായിട്ടുള്ളതും. അങ്ങനെ ഇന്ന് മൊത്തം ആ ചതുർബാഹുവായ വിഗ്രഹം നിറയെ മാലയും ആ പൊന്നുണ്ണിയും കൂടിയാണ്. വളരെ നല്ലൊരു അലങ്കാരമാണ്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി. അതുപോലെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പഴയം സതീശോദിക്കനാണ്. വളരെ കേമായിട്ട് ആ ചാർത്തിയിട്ടുമുണ്ട്, നന്നായിട്ടുള്ള ചാർത്താണ്. അപ്പോൾ എല്ലാവരും ആ കളഭാലങ്കാരം കണ്ട് തൊഴുതോളൂ. എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം കാണുകയാണിപ്പോൾ സോപാനപ്പടിയുടെ അവിടെ നിന്നിട്ട്. ഏകാന്തമായിട്ടാണ് പോകുന്നതെങ്കിലും രാവിലെ മുതൽ വലിയ തിരക്കൊന്നുമില്ല. ആളുകൾക്ക് വലിയ തള്ളി മാറ്റുക എന്നൊന്നും പറയാനില്ല. വളരെ ദുർലഭ ആളുകൾക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവാം, എന്നാലും സാധാരണത്തെക്കാട്ടിലും വളരെ കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ദർശനം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അതേ ലെവലാണ്. അപ്പോൾ എല്ലാവരും നമ്മളെന്തായാലും ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുകയാണ്. ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ്. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് വിളിച്ചോളൂ, കണ്ണാ വെണ്ണക്കണ്ണാ
നാരായണ നാരായണ എന്ന് വിളിച്ചോളൂ, ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ നമ്മൾ തൊഴുതു ഇനി നേരെ അങ്ങനെ ഇറങ്ങുകയാണ്, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് ആ തിടപ്പള്ളിയിലേക്ക് നോക്കുകയാണ്. തിടപ്പള്ളിയിൽ ഗണപതി ഹോമം ഉഷപൂജയൊക്കെ സമയത്തെ എല്ലാ ഭഗവാനുള്ള നേദ്യമൊക്കെ ഉണ്ടാക്കണത് അവിടെയാണല്ലോ. അപ്പോൾ അവിടേക്ക് ഏറ്റവും പ്രധാനമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നോക്കി തൊഴുക. പിന്നെ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത്, അതുപോലെ ആ സോപാനപ്പടിയിലുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. അതിൻ്റെ പൊന്നിൻ്റെ അതെല്ലാം കണ്ട് തൊഴുതോളും. അങ്ങനെ കണ്ട് തൊഴുത് നേരെ ഇനി വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് പോവാം. വിഘ്നേശ്വരന് നന്നായിട്ടുള്ള ആ കൊമ്പും തുമ്പിക്കൈയൊക്കെ അങ്ങനെ വെച്ച് നെറ്റിപ്പട്ടൊക്കെ ചാർത്തിയിട്ടാണ്. ധാരാളം പൂക്കളുണ്ട്. എല്ലാവരും അനുഗ്രഹിക്കാനായിട്ടിരിക്കുകയാണ്. നമ്മൾ ചോദിക്കേ വേണ്ടു, തരും. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അവിടുന്ന് വിഘ്നേശ്വരനെ ഏത്തൊക്കെ ഇട്ട് തിരിയുമ്പോഴോ ആ സരസ്വതി ദേവീനെ കാണാം. ആ ഫോട്ടോ കണ്ട അവിടെ വെളുത്ത മുല്ലപ്പൂവ് കൊണ്ടും തുളസിപ്പൂ കൊണ്ടുള്ള 2 മാലയുണ്ട്, സരസ്വതി ദേവിക്ക് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് ഞാൻ ചെറിയ വിഘ്നേശ്വരനെ കാണാം. അതുപോലെ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം. മത്സ്യകൂർമ്മം, വരാഹം, നരസിംഹം അതുവരെയുള്ള ആ വിഗ്രഹങ്ങൾ മേൽശാന്തിരപ്പുറത്തുണ്ട്. മേൽശാന്തിര അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അവിടെ സുമേഷോദിക്കനാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ പത്മനാഭസ്വാമീനെ കാണാം. അവിടെ ധാരാളം മുല്ലപ്പൂവുണ്ട്, അതേപോലെ തുളസിപ്പൂവുണ്ട്, മൊത്തം അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഓരോ താമരയുണ്ട്, അവിടെ തൊഴാം. അതുപോലെ ശ്രീകോവിലിന് പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി, സാഷ്ടാംഗം നമസ്കരിക്കേണ്ട. അങ്ങനെ നമ്മൾ തൊഴുത് വീണ്ടും ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ നോക്കിയിട്ട് ആ തൂണുകളൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ പോകുന്നു. കൃഷ്ണൻ്റെ അടുത്ത് എത്തുമ്പോൾ കൃഷ്ണനൊരു തുളസിമാല ആരോ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മുരുകന് ഭസ്മം കൊണ്ട് അഭിഷേകം നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൊഴുത് വരുമ്പോഴോ ഹനുമാൻ്റെ അടുത്ത് നിന്ന് ഒന്നുമില്ല കേട്ടോ, ഒരു അലങ്കാരവും ഇല്ല, കുങ്കുമവും വളരെ കുറച്ചേ ഉള്ളൂ. എന്നാലും കിട്ടിയതെടുത്ത് തൊടാം എന്ന് പറഞ്ഞിട്ട് തൊട്ട് പിന്നെ രാധാകൃഷ്ണനും വസുദേവരെയും ഒക്കെ കണ്ട് ഇങ്ങനെ ഓവിൻ്റെ അവിടേക്ക് വരാം. ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ ഗ്രില്ലിനെ കഴിഞ്ഞിട്ട് താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. മണിക്കിണർ നോക്കി തൊഴാം. അതുപോലെ ഇങ്ങോട്ട് നോക്കിയാലോ ആ നൃത്താറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ കാണാം. അങ്ങനെ അവിടെയും തൊഴുത് നേരെ കുറൂരമ്മേനൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങാം. ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ ചന്ദനമൊക്കെ വാങ്ങാം. അങ്ങനെ നമ്മൾ പോയി ഇടത്തരികത്ത് കാവിലെ ഭഗവതീനെ കണ്ട് തൊഴാം. അധികം തിരക്കൊന്നുമില്ല. ഭഗവതിയൊക്കെ നന്നായിട്ടുള്ള വളരെ അലങ്കാരത്തോടു കൂടി തന്നെ ഇരിക്കണം. നല്ല വലിയ പൊട്ടൊക്കെ വെച്ച് പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് പട്ട് സാരിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് തിരിച്ചിങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ അവിടെ മഹാരുദ്രം നടക്കുകയാണ് മമ്മിയൂരെ. വളരെ കേമമായിട്ടാണ് 10 ദിവസത്തെ കഴിയാറായി. എന്നാലും ഒരുപാട് വലിയ മഹാരുദ്രാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ വരുന്ന ആളുകളൊക്കെ പറ്റാവുന്നവരൊക്കെ മമ്മിയൂർ പോയി ദർശനം നടത്തുക. അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരികയാണ്. കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ടോ നേരെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മുടെ ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കാണാം. വേണ്ട കൊടിമരത്തിൻ്റെ അവിടെ ഒന്ന് നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം നേരെ ആ കൂത്തുമാടം, അതായത് അവിടെ വന്നിട്ടൊന്ന് തൊഴാം. അത് കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ട് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം.
അവിടെ അതാ വെളുത്ത മുണ്ടൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ കറുത്ത മുണ്ടുണ്ട് അതിൽ അങ്ങനെ ചുറ്റിയിട്ടിരിക്കുന്ന അയ്യപ്പസ്വാമിയാണ്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പനെ കണ്ട് വണങ്ങി ഒന്ന് പ്രദക്ഷിണമായിട്ട് നമ്മൾ പതുക്കെ നടക്കുകയാണ്. പടിഞ്ഞാറ നടയിലെത്തിയിട്ട് ആ ദീപസ്തംഭം ഒന്ന് നോക്കിത്തോഴാം. അതിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കാണാം. അതുപോലെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാലോ അവിടെയുണ്ട് വേണുഗോപാല സ്വരൂപം. അപ്പോൾ രണ്ടും കണ്ടിങ്ങനെ തൊഴുത് ഇന്നത്തെ എല്ലാവരും എൻ്റെ കൂടെ വന്നു, ഉച്ചപൂജ കണ്ട് തൊഴുതു എന്നുള്ള ആ ഒരു മനസ്സംതൃപ്തി എല്ലാവർക്കും ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മൾ തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം ഐം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മമന്ത്രയന്ത്രതന്ത്ര ഔഷധാസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപത്രജ്വാലപരീതായ സർവദിക്ഷോപണകരായ ബ്രഹ്മണേ പരം ജ്യോതിസേ ഹും വട് സ്വാഹ. കൃഷ്ണ ഗുരുവായൂരപ്പാ കാത്തോളണേ. ഗുരുവായൂരപ്പൻ്റെ ആ ഉച്ചപൂജ എല്ലാവരും കണ്ടു തൊഴുതു കേട്ടോ. അത് മനസ്സിലേക്ക് അങ്ങോട്ട് വിചാരിച്ച് ഈ വാക്കുകൾ അങ്ങോട്ട് കേൾക്കുക, ആ അനുഗ്രഹം നേടുക. ഗുരുവായൂരപ്പൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. പറ്റാവുന്നവരൊക്കെ അത് ഷെയർ ചെയ്യണം കേട്ടോ. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് കൂടുതൽ ആളുകൾക്ക് എത്തുള്ളൂ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.